ഹലോ ഗൈസ്, വെളുപ്പിന് 4 മണിക്കാണ് ഞാനും അമ്മയും കിടന്നുറങ്ങുന്നത്. അതുകൊണ്ട് ഇൻട്രോ പറയാൻ വലിയ മൂടൊന്നുമില്ല. എന്തായാലും വെൽക്കം ടു ഡെയിലി ഡയറീസ് ഓഫ് ജി ആൻഡ് എസ്. തലേ ദിവസം ഞാനും അമ്മയും കുറേ കഥകളൊക്കെ പറഞ്ഞിരുന്നു. സമയം പോയതുപോലും അറിഞ്ഞില്ല. ഒടുവിൽ 4 മണിയായപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും അറിയുന്നത് വെളുപ്പിന് 4 മണിയായെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ടും അങ്ങോട്ടും ഫോഴ്സ് ചെയ്ത് അങ്ങനെ കിടന്ന് ഉറങ്ങുമായിരുന്നു. എനിക്ക് പിന്നെ ഒരു സ്ഥലത്ത് വേറൊരു സ്ഥലത്തിലോട്ട് മാറി കിടന്നു കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ ഉറക്കം വരത്തില്ല. അപ്പോൾ എനിക്ക് ആ ഒരു പ്രശ്നം കൂടെ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ഒറ്റ ദിവസം കൂടെ മാത്രമേ ഉള്ളൂ നമ്മുടെ ചേട്ടയുടെ വീട്ടിൽ. തിരിച്ച് ഇന്ന് തന്നെ നമ്മുടെ വീട്ടിലോട്ട് തന്നെ പോവുകയാണ്. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റപ്പോഴത്തേക്കും ചേച്ചി ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി റെഡി ആയിരിക്കുമായിരുന്നു. അങ്ങനെ ചേച്ചി ഡ്യൂട്ടിക്കൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ 4 പേർക്കും ഇച്ചുവിനും ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാമെന്ന് വെച്ചു. തലേദിവസം കഴിച്ച് KFCയുടെ കുറച്ച് ചിക്കൻ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞാൻ തന്നെ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയായിട്ട് തരാമെന്നുള്ളത്. റാപ്പ് ഇരിപ്പുണ്ടായിരുന്നു, ചീസും ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ ഞാനിങ്ങനെ ഒന്ന് മുറിച്ചിട്ട് ജസ്റ്റ് ഒന്നൊരു പാനിൽ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വെച്ചു. അതാകുമ്പോൾ ചിക്കൻ ഒന്ന് കുറച്ച് ചൂടാവും. പിന്നെ റാപ്പറിൻ്റെ അകത്ത് ഈ ചിക്കനും ചീസൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഓവനിൽ ഒരു 1 മിനിറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് റെഡി ആവും. ഞാൻ നഗറ്റ്സ് വെച്ച് ഇതുപോലെ നേരത്തെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു വീഡിയോക്കകത്ത് കാണിച്ചിട്ടുമുണ്ട്. പക്ഷേ KFC ചിക്കൻ വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇവരാദ്യമായിട്ടാണ് ഇങ്ങനെ തിന്നുന്നത്. ഇവർക്കും ഇത് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു. യൂഷ്വലി ഇച്ചു അങ്ങനെ കൂടുതലും ഫുഡ് കഴിക്കാത്തതാണ്, പക്ഷെ അവൻ വരെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടായും അച്ചും കൂടെ ഒരുമിച്ച് ഏതോ ഒരു ഫിലിമിരുന്ന് കാണുകയാണ്. പിന്നെ ഞാനും അച്ചും കൂടെ ഒന്ന് വെളിയിലോട്ട് ഇറങ്ങാമെന്ന് വെച്ചു. കാരണം ഞങ്ങൾക്ക് ഒരു കടയിൽ വരെ പോകാനായിട്ടുണ്ട്. റേഞ്ചിലാണ് പോകുന്നത്. അപ്പോൾ ടെൻബ്രിഡ്ജ് വെൽസിനായിട്ടും വേർത്തിങ്ങിലെ റേഞ്ച് കുറച്ചുകൂടി വലുപ്പമാണ് കേട്ടോ. അപ്പോൾ അവിടെ എനിക്കൊരു സാധനം മേടിക്കാനായിട്ടായിരുന്നു റേഞ്ചിലോട്ട് പോകുന്നത്. പിന്നെ വരുന്ന വഴിക്ക് കോപ്പിൽ കയറി കോക്കനട്ട് മിൽക്ക് മേടിക്കണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം റേഞ്ചിൽ പോയിട്ട് പിന്നെ വരുന്ന വഴിക്ക് മറ്റേ കടയിലേക്കോട്ട് കയറാമെന്ന് വെച്ചു. വീട്ടിൽ നിന്ന് റേഞ്ചിലോട്ട് ഒരു 15 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നടന്നാണ് ഞങ്ങൾ പോയത്. പിന്നെ അവിടെ നിന്ന് തിരിച്ച് വന്ന് കോക്കനട്ട് മിൽക്കൊക്കെ മേടിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് വന്നു. റേഞ്ചിൽ ഞാൻ ഉദ്ദേശിച്ച സാധനം എനിക്ക് കിട്ടിയില്ല. അന്ന് ഞാനൊരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു സാധനം മേടിക്കാനായിട്ടായിരുന്നു പോയത്. തിരിച്ച് ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഇച്ചു അവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ തന്നെ അവൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു TV ഷോയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മ കിച്ചണിലായിരുന്നു. പിന്നെ ചേട്ടൻ അതിലേതിലും നടപ്പുണ്ടായിരുന്നു. കൊച്ചിടന്ന് ഉറങ്ങുമായിരുന്നു. എനിക്ക് ഈ സമയത്തൊക്കെ സത്യം പറഞ്ഞാൽ ഉറക്കമൊക്കെ വരാനായിട്ട് തുടങ്ങി. അതുപോലെ വെളിയിൽ മഴയായിരുന്നു. അതുകൊണ്ട് അധികം നമുക്ക് അങ്ങനെ വെളിയിലോട്ടൊന്നും ഇറങ്ങി കറങ്ങാനായിട്ടും പറ്റിയില്ല. വീട്ടിലാണെങ്കിൽ ജനലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തുറന്നിട്ടിട്ടുമില്ലായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ കുക്ക് ചെയ്യുന്ന ആ ഒരു വേപ്പറൊക്കെ ആത്തങ്ങനെ കെട്ടുകയറി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വിൻഡോയിൽ ഞാൻ ഓർത്ത് തന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യാന്നുള്ളത്. യൂഷ്വലി വാഷ്റൂമിൽ ഇങ്ങനത്തെ ഒരു കാര്യമൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ ആരുടെങ്കിലുമൊക്കെ പേരൊക്കെ ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്ത് ഈ വിൻഡോയിൽ ആദ്യം ഇച്ചുവിൻ്റെ പേര് എഴുതാം, പിന്നെ ഓരോ ആൾക്കാരുടെ പേര് വെച്ചിട്ട് അങ്ങനെ അങ്ങ് എഴുതാമെന്ന്. പിന്നെ അവിടെ ഓരോ കലാപരിപാടികൾ ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ഓരോ ആൾക്കാരുടെ പേര് എഴുതുമ്പോൾ ഞാൻ ഇച്ചിനോടത്ത് ചോദിക്കുന്നുണ്ട്, ഇച്ചി ഇത് ആരാ? ഇച്ചുവിന് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പേരൊക്കെ അറിയാം. പക്ഷേ അതങ്ങനെ എഴുതി അങ്ങോട്ട് പറയിപ്പിച്ചപ്പോഴത്തേക്ക് അവന് കുറച്ചൊക്കെ തെറ്റിയിട്ടുണ്ടായിരുന്നു. അമ്മയുടെ പേരൊന്നും കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു, അച്ചുവിൻ്റെ അമ്മയുടെ പേര്. ബാക്കിയെല്ലാം അവൻ തട്ടിക്കുട്ടി അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പണ്ട് ചെയ്ത കാര്യങ്ങളായിരുന്നു ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നത്. പണ്ട് കുവൈറ്റിൽ തണുപ്പ് സമയത്ത് ചൂടുവെള്ളത്തിൽ കുളിക്കാൻ നേരത്ത് ഇങ്ങനെ ഗ്ലാസ്സൊക്കെ ഇങ്ങനെ വരുന്ന ആ ഒരു ടൈമിൽ ഞാൻ പപ്പയുടെ ഒക്കെ പേര് ഇങ്ങനെ എഴുതായിരുന്നു. പപ്പ ഈസ് എ നോട്ടി ബോയ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അങ്ങനെയൊക്കെ എഴുതുമായിരുന്നു. ഇവിടെ വന്ന ശേഷം ഇതേപോലെ തന്നെ നടന്ന ആ ഒരു ടൈമിൽ ഞാൻ അച്ചുവിൻ്റെ പേരാണ് എഴുതുന്നത്. അച്ചു ഈസ് എ മങ്കി എന്നൊക്കെ പറഞ്ഞ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊരു നല്ല മെമ്മറീസ് അല്ല. അത് ഞാൻ മാത്രമല്ല, കുറേ ആൾക്കാർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്തായാലും അതൊക്കെ ഒരു നല്ല മെമ്മറീസ് അല്ലേ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങ് ഓർക്കുമല്ലോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ ബോറൊക്കെ അടിക്കാനായിട്ട് തുടങ്ങിയായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇരുന്നുകൊണ്ട് ഇരിക്കുമായിരുന്നു. എനിക്കാണെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഒന്നുമില്ല. പിന്നെ തിരിച്ച് വീട്ടിൽ പോകണമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഒരു 4 മണി ആ ഒരു ടൈമിലാണ്. കാരണം 4 മണിക്ക് കറക്റ്റ് വേർത്തിങ്ങിൽ നിന്ന് നേരെ ബസ്സുണ്ട്. അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കും അമ്മ വലുതായിട്ട് കുക്ക് ചെയ്യാനൊന്നില്ലായിരുന്നു. തലേ ദിവസത്തെ കറികളും ഒക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ചിക്കൻ വറുത്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കിയെല്ലാം റെഡി ആയിട്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ പതുക്കെ അങ്ങോട്ട് കഴിക്കാനായിട്ട് തുടങ്ങി. ലഞ്ച് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനിയും സമയം കിടക്കുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതെന്ന് ഓർത്തപ്പോഴത്തേക്കും ഞാൻ ഓർത്ത് തന്നാൽ പിന്നെ ബേബിയുടെ ഒരു പിയാനോ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കളിക്കാമെന്ന് വെച്ചു. ഞാൻ ശരിക്കും പറഞ്ഞാൽ പിയാനോ പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ 2-3 ട്യൂൺസ് ഞാൻ പണ്ടെങ്ങാണ്ട് എൻ്റെ ഒരു കുഞ്ഞ് പിയാനോയിൽ ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ട്യൂൺ എനിക്കങ്ങനെ ഓർമ്മ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചൊക്കെ നോക്കിയതേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഫിഷിൻ്റെ ഗെയിം, ഇത് ഞങ്ങൾ ബേബിക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ്. അപ്പോൾ ഇത് ഇച്ചുവും ഞാനുമാണ് ആദ്യത്തെ റൗണ്ട് കളിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇച്ചുവും അച്ചും കൂടി കളിക്കാൻ തുടങ്ങി.
എന്നിട്ട് ഇച്ചുവാണ് എല്ലായിടത്തും ജയിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പിള്ളേരല്ലേ, നമ്മൾ അങ്ങനെയല്ലേ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പെട്ടെന്ന് നമുക്ക് കളിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. എന്തായാലും ഇതും ഞാൻ പണ്ട് കളിച്ചിട്ടുള്ള ഗെയിമായിരുന്നു. അപ്പോൾ എൻ്റെ കൊച്ചിലെ എനിക്ക് ഓർമ്മ വന്നു ഈ ഒരു ഗെയിം കളിച്ചപ്പോൾ. ഞാൻ ശരിക്കും പറഞ്ഞ ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് അല്ലായിരുന്നു ഉദ്ദേശിച്ചത്. എൻ്റെയൊക്കെ കൊച്ചിലെ ഇതിങ്ങനെ കിടന്ന് കറങ്ങുമായിരുന്നു. അപ്പോൾ ആ കറങ്ങുന്ന ടൈമിൽ വേണം നമ്മൾ ആ ഫിഷിനെ പിടിക്കാൻ. ഞാൻ അത് ഉദ്ദേശിച്ചിട്ടാണ് ഇത് ഞാനൊന്ന് മേടിച്ചത്. പക്ഷേ വന്നപ്പോഴത്തേക്കും വേറെ ഒരു മോഡലാണ് വന്നത്. പക്ഷേ ഇത് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു ഫിഷിംഗ് റോഡിൽ മാഗ്നറ്റ് ഉണ്ട്, ഒരെണ്ണത്തിനകത്ത് മാഗ്നറ്റ് ഇല്ല, ജസ്റ്റ് കൊളുത്ത് പോലുള്ള സാധനമാണ്. അപ്പോൾ അതാണ് കുറച്ച് പാട് ഫിഷ് പിടിക്കാനായിട്ട്. മാഗ്നറ്റ് ആണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ അട്രാക്ട് ചെയ്ത് പെട്ടെന്ന് ഫിഷിനെ കയറി വരും. മറ്റേത് കുറച്ച് പാടാണ്. മറ്റേതാണ് അച്ചു പിടിച്ചുകൊണ്ടിരുന്നത്, മാഗ്നറ്റിൻ്റെ ഇച്ചുവാണ് പിടിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ആ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ ഇച്ചുവാണ് എപ്പോഴെപ്പോഴും ജയിക്കുന്നത്. ഇതൊക്കെ കളിച്ചൊക്കെ വന്നപ്പോഴത്തേക്കും ഏകദേശം സമയമൊക്കെ ആയിട്ടോ അവിടെ നിന്ന് ഇറങ്ങാനായിട്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പം നേരെ ബ്രൈറ്റണിലോട്ടുള്ള ബസ്സിലാണ് പോകുന്നത്. പിന്നെ ബ്രൈറ്റണിൽ നിന്ന് നേരെ ടൺബ്രിഡ്ജ് വെൽസ്. ബ്രൈറ്റണിൽ അങ്ങോട്ട് എത്തിയപ്പോഴത്തേക്കും ഏകദേശം രാത്രിയൊക്കെ ആയി. ബ്രൈറ്റൺ കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നൈറ്റ് വ്യൂ ബ്രൈറ്റൺ നല്ല രസമാണ്. എസ്പെഷ്യലി ഈ ഒരു ക്രിസ്മസ് ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും നല്ല രീതിയിൽ അവിടെ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടൺബ്രിഡ്ജ് വെൽസിലെത്തി. ടൺബ്രിഡ്ജ് വെൽസിൽ അങ്ങനെ കാര്യമായിട്ട് ലൈറ്റൊന്നും ഇല്ല, ജസ്റ്റ് ഒരു ലൈറ്റ് ഷോയും അങ്ങനത്തെ മറ്റേ റോയൽ വിക്ടോറിയ പ്ലേസിൽ മാത്രമേ ഉള്ളൂ ആ ഒരു കുറച്ച് ലൈറ്റ്സ് ഒക്കെ ഇട്ടിരിക്കുന്നത്. അല്ല വെളിയിലായിട്ട് അങ്ങനെ വലിയതായിട്ട് ലൈറ്റ്സ് ഒന്നും ഇല്ല. ഉച്ചയ്ക്ക് ലഞ്ച് അങ്ങനെ കാര്യമായിട്ട് കഴിച്ചുകൊണ്ട് വൈകിട്ട് വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അങ്ങനെ ഞങ്ങൾക്ക് വിശന്നൊന്നുമില്ല. പിന്നെ യോഗട്ട് എടുത്ത് കഴിച്ചിട്ട് കിടന്നുറങ്ങാമെന്നുള്ള രീതിയിലായി. അങ്ങനെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് ഞാൻ ഇവിടെ എൻഡ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ നാളെ ഞാൻ വേറൊരു വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ, ദിസ് ഇസ് ഡെയിലി ഡയറീസ് ഓഫ് ജയാൻഡസ് സൈനിങ് ഓഫ്. ബൈ.